വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആണ് കേട്ടോ. ഇതിൽ ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ ആദ്യം എന്ന് വെച്ചാൽ മുട്ടയുടെ തൊലി കളയാനുള്ള എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ മുട്ട നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വെള്ളത്തിലിടുമ്പോൾ താഴ്ന്നു പോവുകയാണെങ്കിൽ നല്ല മുട്ടയായിരിക്കും, ചീത്ത മുട്ടയാണെങ്കിൽ പൊങ്ങിക്കെടുക്കും. ഇനിയിപ്പോൾ ഇത് തണുത്ത വെള്ളത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടാണ് മുട്ടയുടെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കുന്നത്. അതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട് ഇവിടെ ഷെയർ ആക്കുന്നത്. പുഴുങ്ങിയ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഒരു മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് അടച്ച് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുട്ടയുടെ തൊലി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉരുപ്പോരോട്ടോ. അപ്പോൾ അത് നല്ലപോലെ വിള്ളൽ പോലെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തൊലി പോയിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇതുപോലെ ചെയ്തെടുക്കാൻ. അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ സവാളയൊക്കെ അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ സവാള ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അരിയുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ നനച്ച് അടുത്ത് വെക്കുക കേട്ടോ. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സൾഫർ ഗ്യാസ് നമ്മുടെ കണ്ണുമായിട്ട് ഒരു വെള്ളമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കണ്ണുനീര് വരുന്നത്. അപ്പോൾ അടുത്ത് വേറെ ഏതെങ്കിലും വെള്ളം വെക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ സവാള അരിയുമ്പോൾ ഫാൻ ഇടുന്നത് കൊണ്ടും പിന്നെ അതല്ലാതെ ബ്രീത്ത് നമ്മൾ വായു കൂടി വിട്ടാലും ഇതുപോലെ വെള്ളം വരില്ല കേട്ടോ കണ്ണിൽ നിന്ന്. അപ്പോൾ ആ ഒരു ടിപ്സും കൂടി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ വെളുത്തുള്ളി പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ രണ്ടായി കട്ട് ചെയ്താലും തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഇതല്ലാതെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ വെളുത്തുള്ളി ഇട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് പീൽ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മൾ കഞ്ഞിയോ ചോറോ ഒക്കെ വെക്കുമ്പോൾ തിളച്ച് പുറത്തോട്ട് പോവാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു അരികിലായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കഞ്ഞി പുറത്തോട്ട് തൂവി പോകത്തില്ല. അപ്പോൾ ഞാൻ നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് പോലും അത് പുറത്തോട്ട് പോകുന്നില്ല കേട്ടോ. അടുത്തത് നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുമ്പം കൂടുതൽ ഭാഗവും ഈ അരികിലൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനുള്ളിലായിട്ട് അധികം പറ്റിപ്പിടിച്ചിരിക്കില്ല കേട്ടോ. അടുത്തത് നമ്മൾ ഈ കറിച്ചട്ടിയൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂപ്പൽ പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് ഈ വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ന്യൂസ് പേപ്പർ വെച്ചത് നല്ലതുപോലെ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പൂപ്പൽ വരാതിരിക്കുന്നതാണ്. ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറേ നാളത്തേക്കൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിൽ ബാഡ് സ്മെല്ലും പിന്നെ ഒരു കളർ ചേഞ്ച് പോലെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ടിപ്സാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് നോക്കി വിജയിച്ച കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വരാതിരിക്കാനും ഒരുപാട് നാളത്തേക്ക് കേടാവാതിരിക്കുന്നതിന് വേണ്ടിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളറും ചേഞ്ച് ആവത്തില്ല, ആ ഒരു മണമോ ടേസ്റ്റോ ഒന്നും വ്യത്യാസം വരാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ടൈമിലും ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്താൽ.
അടുത്തത് കറ പോവാത്ത ചായക്കപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ റബ്ബൊക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്ത് എടുത്താണ് കേട്ടോ. അപ്പോൾ സാധാരണ ഈ കോൾഗേറ്റ് പേസ്റ്റൊക്കെ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ കറ കളയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിയ പേസ്റ്റ് യൂസ് ചെയ്തിട്ടും പോവാത്ത കറ എങ്ങനെ മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ ചെറിയ കറയൊക്കെ ഉണ്ടെങ്കിൽ ഈ കോൾഗേറ്റ് പേസ്റ്റ് യൂസ് ചെയ്താൽ പോകുന്നത് കേട്ടോ. പക്ഷെ അതപ്പോൾ കുറേ നേരം റബ്ബ് ചെയ്തിട്ടും ഈ കറ പോയിട്ടില്ല. അപ്പോൾ അത് പോകുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ബ്രഷ് വെച്ച് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഇനി വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ ആ കപ്പിലെ കറ പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. അത് നല്ലതുപോലെ തിളക്കമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ചെയ്തപ്പം. അടുത്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കുന്നത്. നമുക്ക് ഒരുപാട് ജോലികളും ക്ലീനിങ് ജോലിയൊക്കെ ഉള്ള ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായി കുക്കറിലേക്ക് അല്പം പെരിഞ്ജീരകവും സവാളയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് നേരം വഴറ്റി സമയം കളയേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൗഡർ, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു കറി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും കേട്ടോ. പിന്നെ തക്കാളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കറിയിൽ തക്കാളി ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ലൊരു രുചിയായിരിക്കും കേട്ടോ. അപ്പം ഞാനിതിൽ ഏറ്റവും അവസാനം ഒരു തക്കാളി വലുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കോംബോയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.